നമസ്കാരം. റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ. പതങ്കയത്ത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. എം.എൻ. കാരശ്ശേരിക്ക് സ്നേഹാദരമായി എഴുത്തിൻ്റെ 60 ആണ്ട് സംഘടിപ്പിക്കാനൊരുങ്ങി മാനവം മുക്കം. കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനം ഓഗസ്റ്റ് 8-ന് പ്രകടനവും പൊതുയോഗവും. പോഷകാഹാര പ്രദർശനവും ബോധവൽക്കരണവും സംഘടിപ്പിച്ച് അങ്കണവാടികൾ. മരണ അറിയിപ്പ്. വാർത്തകൾ വിശദമായി. കോടഞ്ചേരി പതങ്കയത്ത് ഞായറാഴ്ച ഉച്ചയോടെ ഒഴുക്കിൽപ്പെട്ട മഞ്ചേരി സ്വദേശി അലൻ അഷ്റഫിനെ 4-ാം നാൾ നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തി. അരിപ്പാറയ്ക്ക് സമീപത്തുള്ള സിയാൽ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ ഡാമിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. കോടഞ്ചേരി പോലീസിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മറ്റ് നടപടിക്രമങ്ങൾക്കായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മുക്കം അഗ്നിരക്ഷാസേന, പോലീസ്, പഞ്ചായത്ത്, റവന്യൂ അധികൃതർ, വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ സന്നദ്ധ സംഘടനകൾ തുടങ്ങിയ സംഘാംഗങ്ങൾ തിരച്ചിലിന് പങ്കാളികളായി. സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യം ഡോക്ടർ എം.എൻ. കാരശ്ശേരി എഴുത്തിൽ ഷഷ്ഠി പൂർത്തിയാവുന്ന അവസരത്തിൽ മാനവമുക്കത്തിൻ്റെ സ്നേഹാദരം. എം.എൻ. കാരശ്ശേരി എഴുത്തിൻ്റെ 60 ആണ്ട് എന്ന പേരിൽ ഓഗസ്റ്റ് 13 ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് കാരശ്ശേരി ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. മുൻ ലോക്സഭാംഗവും കോളമിസ്റ്റും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, സിനിമാ നാടക അഭിനേതാവ് ജോയ് മാത്യു, ഗ്രന്ഥകാരനും സാമൂഹ്യ വിമർശകനുമായ ഹമീദ് ചേന്നമംഗലൂർ, കഥാകൃത്തും കവിയുമായ കാനേഷ് പൂനൂര്, എഴുത്തുകാരനും പത്രപ്രവർത്തകനുമായ UK കുമാരൻ, മുക്കത്തെ പെൺകരുത്ത് കാഞ്ചനമാല, മുക്കം നഗരസഭാ ചെയർമാൻ PT ബാബു, കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത രാജൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുമെന്ന് മാനവ ഭാരവാഹികൾ അറിയിച്ചു. കാരശ്ശേരി പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനം ഓഗസ്റ്റ് 8 വരെ വിവിധ പരിപാടികളോടെ നടക്കും. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മൺമറഞ്ഞ 16 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിൻ്റെ സ്മരണയിൽ തങ്ങൾ ഓർമ്മയിൽ എന്ന പേരിലാണ് സമ്മേളനം നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഓഗസ്റ്റ് 8-ന് നെല്ലിക്കാപ്പറമ്പിൽ നിന്ന് ആരംഭിക്കുന്ന പ്രകടനവും തുടർന്ന് കറുത്തോറമ്പിൽ പൊതുസമ്മേളനവും നടക്കും. പൊതുസമ്മേളനം പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് PM സുബൈർ ബാബുവിൻ്റെ അധ്യക്ഷതയിൽ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കും. അഖിലേന്ത്യാ യൂത്ത് ലീഗ് സെക്രട്ടറി ഷിബു മീരാൻ മുഖ്യ പ്രഭാഷണം നടത്തും. അഡ്വക്കേറ്റ് PV മനാഫ്, മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ്, ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് EP ബാബു, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി VK ഹുസൈൻകുട്ടി, നിയോജക മണ്ഡലം പ്രസിഡന്റ് CK കാസിം തുടങ്ങിയവർ സംബന്ധിക്കും. വിവിധ ശാഖാതലങ്ങളിൽ നേതൃയോഗവും കൺവെൻഷനുകളും നടത്തി. EP ബാബു, യൂനുസ് പുത്തലത്ത്, AK സാദിഖ്, K കോയ, VA റഷീദ് മാസ്റ്റർ, സുനിത രാജൻ, അമീന ബാനു, VM ഹുസൈൻകുട്ടി, സലീം പുതിയടത്ത് എന്നിവർ രക്ഷാധികാരികളായും പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് PM സുബൈർ ബാബു ചെയർമാനും ജനറൽ സെക്രട്ടറി സലാം തേക്കുംകുറ്റി കൺവീനറും ഗസീബ് ചാലുളി ട്രഷററുമായ 111 അംഗ സ്വാഗത കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി നടക്കുന്നത്. ലോക മുലയൂട്ടൽ ദിനത്തിൻ്റെ ഭാഗമായി കാരശ്ശേരി പഞ്ചായത്തിലെ തടപ്പറമ്പ്, എസ്റ്റേറ്റ് ഗേറ്റ്, കാരമൂല, കൽപ്പൂർ എന്നീ 4 അങ്കണവാടികളുടെ നേതൃത്വത്തിൽ പോഷകാഹാര പ്രദർശനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു. കുമാരനെല്ലൂർ സാംസ്കാരിക നിലയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജംഷിദ് ഒളകര ഉദ്ഘാടനം ചെയ്തു. MK ശ്രീലത അധ്യക്ഷയായി. അങ്കണവാടി വർക്കർമാരായ MA ഗീത, KP ബിന്ദു, KS ജയശ്രീ, ആശാ വർക്കർമാരായ സുലൈഖ കളത്തിങ്ങൽ, ലളിത പുളിയേരി, ഈശ്വരി എന്നിവർ സംസാരിച്ചു. MLSPK അധീന ബോധവൽക്കരണ ക്ലാസ് എടുത്തു. മരണം. കാരശ്ശേരി പൂച്ചോത്തിയിൽ അരുൺകുമാറിൻ്റെ ഭാര്യ ബിനുജ നിര്യാതയായി. 3 വയസ്സുള്ള അർഫാൻ P അരുൺ മകനാണ്. പിതാവ് ധർമ്മജൻ, മാതാവ് ബീന, സഹോദരൻ ബിനിൽ. സംസ്കാരം ബുധനാഴ്ച വൈകുന്നേരം ആക്കോട്ടുചാലിൽ വീട്ടുവളപ്പിൽ നടന്നു. സൗത്ത് കൊടിയത്തൂർ പുത്തൻപീടിയേക്കൽ പരേതനായ മുഹമ്മദിൻ്റെ ഭാര്യ സൈനബ നിര്യാതയായി. മക്കൾ അബ്ദുൽ ഗഫൂർ, നാസർ, പരേതനായ അബ്ദുൽ മജീദ്. മയ്യത്ത് നമസ്കാരം വ്യാഴാഴ്ച രാവിലെ 8 മണിക്ക് സൗത്ത് കൊടിയത്തൂർ ജുമാ മസ്ജിദിൽ. ചെറുവാടി വെള്ളങ്കോട്ട് തൈക്കോട്ടിൽ ഷാജികുമാർ പാറപ്പുറത്ത് നിര്യാതനായി. ഭാര്യ ശ്രീലത, മക്കൾ അഭിഷേക്, അഭിമന്യു. റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ.